إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതം ഏറ്റവും മെച്ചപ്പെട്ടതായിരിക്കണം. അതിന് അവൻ്റെ ഇടപെടലുകളെ ഏറ്റവും നന്നാക്കി തീർക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ, ഒരു വിശ്വാസിയുടെ സാമൂഹ്യ ജീവിതം എന്നത് മതത്തിൽ നിന്ന് അതീതമായി നിൽക്കുന്ന ഒന്നല്ല. ദീന് പഠിപ്പിക്കുന്ന സംസ്കാരങ്ങളും മര്യാദകളുമൊക്കെ പാലിക്കപ്പെടേണ്ടതാണ്. ആ നിലക്ക് മതം പഠിപ്പിക്കുന്ന, ദീന് പഠിപ്പിക്കുന്ന മര്യാദകളെ പാലിച്ചാൽ തന്നെയും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഉത്തമമായ ഒരു സാമൂഹ്യ ജീവിതം അവർക്ക് കാഴ്ചവെക്കാൻ കഴിയും എന്നതൊരു വർത്തമാനമോ അല്ലെങ്കിൽ വാഗ്ദാനമോ അല്ല. പ്രമാണങ്ങളുടെ അധ്യാപനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകയും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. ഏറ്റവും നന്നായി ആളുകളോട് ഇടപെടാൻ പറ്റുന്ന വിധത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഉണ്ടായിരുന്നത്. അദ്ദേഹം ആ തരത്തിൽ തന്നെ പല കാര്യങ്ങളും വിശ്വാസികളോട് മാതൃകാപരമായി പഠിപ്പിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആളുകളോട് അവരുടെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് അവരെ ആദരിക്കുകയും അവരോട് ബഹുമാനം കൽപ്പിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തരുന്ന ഒരു മാതൃക രീതിയാണ്. അങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് അർഹിക്കുന്ന വില കൽപ്പിക്കണം, അവരെ കൂടുതൽ ആദരിക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ആദരിക്കണം എന്നത് എല്ലാവരെയും ഒരുപോലെ തന്നെ കാണണമെന്ന ഒരു തത്വത്തിൽ നിന്ന് വിപരീതമായ ഒരു സമീപനമല്ല. മനുഷ്യരെന്ന നിലക്ക്, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എന്ന നിലക്ക് എല്ലാ മനുഷ്യരോടും ഒരുപോലെ പെരുമാറണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഏറ്റ വ്യത്യാസങ്ങൾ അവിടെ ഒരു അന്യായം പ്രവർത്തിക്കാൻ കാരണമാകരുത് എന്നത് മാത്രമാണ്. എന്നാൽ അതേസമയം വ്യക്തികളോട് അവരുടെ പ്രായത്തിൻ്റെതാകാം, ചിലപ്പോൾ അവരിരിക്കുന്ന സ്ഥാനത്തിൻ്റെതാകാം, ചിലപ്പോൾ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയുടെ പ്രത്യേകതയാകാം, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി ആളുകളോട് ആദരവും ബഹുമാനവും കാണിക്കണമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമാണത്തിൽ നിന്നുള്ള അധ്യാപനമായി നമുക്ക് കാണാൻ കഴിയും. ഒരു ചരിത്രം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഉപ്പയെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വയോവൃദ്ധനായ അദ്ദേഹത്തിൻ്റെ ഉപ്പ അബൂ ഖുഹാഫ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകന്റെ സമക്ഷം ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നു. ആ ചരിത്രത്തിൽ നമുക്ക് കാണാം, പ്രവാചകൻ അരികിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നത് വളരെ പ്രയാസപ്പെട്ട് വയോധികനായ ഒരു വ്യക്തിയെ പ്രവാചകൻ അരികിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാഴ്ച കണ്ട മാത്രയിൽ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു തിരിച്ചു ചോദിക്കുന്നത്, ഇത്ര പ്രയാസപ്പെട്ട് നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്?
ഒന്നറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ വന്ന് അദ്ദേഹത്തെ കാണുമായിരുന്നുമല്ലോ എന്നാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, അതൊരിക്കലും പാടില്ല പ്രവാചകൻ, അങ്ങ് റസൂലുള്ളയാണ്, അങ്ങ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. ഏത് കാരണം കൊണ്ടും എൻ്റെ ഉപ്പയേക്കാൾ ആദരവും ബഹുമാനം നൽകപ്പെടേണ്ട വ്യക്തിയാണ് താങ്കൾ. അതങ്ങനെ തന്നെയാണ്. ബഹുമാനത്തിൻ്റെ സ്ഥാനമാനങ്ങളുടെ ഒരു ഹൈറാർക്കി എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ വെച്ചാൽ ഏത് വ്യക്തിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് പോകണമെന്നതാണ് ആ സ്ഥാനത്തിന് അർഹിക്കുന്ന മര്യാദ. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു അങ്ങനെയല്ല. ഇദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തെ നമ്മൾ പരിഗണിക്കുകയും അവിടേക്ക് ചെന്ന് അദ്ദേഹത്തോട് പെരുമാറുകയും ചെയ്യേണ്ടി ഉണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വ്യക്തികളെ അവരുടെ സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട് അവരെ ആദരിക്കുക, ബഹുമാനിക്കുക, അത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. അത് മതം പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകും, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാകും. അവർ ഇടപെടുന്ന മേഖലക്കനുസരിച്ച് ചിലപ്പോൾ അവരുടെ ചില കാര്യങ്ങളൊക്കെ മറന്നു തന്നെയും നമ്മൾ പരിഗണിക്കേണ്ടി വരും. അത് മൊത്തത്തിലുള്ള നന്മയെക്കുറിച്ചാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ക്രൂരനും ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനും സ്വേച്ഛാധിപതിയും അതുപോലെ തന്നെ അഹങ്കാരിയുമൊക്കെയാണ് ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ആർക്കും തർക്കമില്ല. ആ ഫിറഔൻ്റെ അരികിലേക്ക് ഇസ്ലാമിക സന്ദേശവുമായി കടന്നു ചെല്ലുന്ന മൂസാ നബിക്ക് അള്ളാഹു നൽകുന്ന മാർഗനിർദ്ദേശം നോക്കൂ. ഇദ്ഹബ ഇലാ ഫിറഔന ഇന്നഹു ത്വഗ. എല്ലാ നിലക്കും അതിർവരമ്പുകളെ ഭേദിച്ച് അക്രമം കാണിച്ച ഫിറഔൻ്റെ അരികിലേക്ക് നിങ്ങൾ രണ്ടുപേരും പോകണം. മൂസാ നബിയോടും ഹാറൂൻ നബിയോടും അലൈഹിമസ്സലാം നിർദ്ദേശമാണ്, നിങ്ങൾ രണ്ടുപേരും പോകണം. എന്നിട്ടോ ഫഖൂല ലഹു ഖൗലൻ ലയ്യിന, മൃദുവായി അദ്ദേഹത്തോട് സംസാരിക്കണം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, അദ്ദേഹം ഒന്നുകിൽ ചിന്തിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വാചകങ്ങൾക്ക് കേട്ട് അദ്ദേഹം പേടിച്ച് ഈ ദഅവത്ത് സ്വീകരിക്കുകയൊക്കെ ചെയ്യാം എന്ന നിർദ്ദേശമാണ് കൊടുക്കുന്നത്. അഥവാ ഏറ്റവും വലിയ സ്വേച്ഛാധിപതി അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് ഒരു നിലക്കും ആദരവ് അർഹിക്കാത്ത, ഞാനാണ് റബ്ബ് എന്ന് സ്വയം പ്രഖ്യാപിച്ച ഫിറഔൻ്റെ അരികിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഖൂല ലഹു ഖൗലൻ ലയ്യിന, മൃദുവായി വളരെ സോഫ്റ്റായി കാര്യങ്ങൾ അവതരിച്ച് സംസാരിക്കണം എന്ന് പറയുകയുണ്ടായി. ഈ സംഭവം യഥാർത്ഥത്തിൽ എത്ര ഗുരുതരമായാണ് നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. അൻസിലിന്നാസ മനാസിലഹും, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ചേർത്തി പറയുന്ന ഒരുപാട് മുൻഗാമികളിലേക്ക് ചേർത്തി പറയപ്പെടുന്ന വാചകമാണ് അൻസിലിന്നാസ മനാസിലഹും. ജനങ്ങളോട് അവരുടെ സ്ഥാനത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ പെരുമാറേണ്ടത്. അല്ല അവിടെ മൂസാ നബിയോട് ഫിറഔൻ്റെ അരികിലേക്ക് പോകുമ്പോൾ ശോഭിച്ച് വർത്താനം പറഞ്ഞാൽ അതുകൊണ്ടൊരു റിസൾട്ടും ഉണ്ടാകില്ല. അതുകൊണ്ട് ആദരിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ അനാദരവ് കാണിക്കപ്പെടാനുള്ള കുറേയേറെ പ്രവർത്തനങ്ങൾ ആ മനുഷ്യനിൽ ഉണ്ടെങ്കിൽ പോലും മൃദുവായി സംസാരിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ട പെരുമാറ്റം ഉണ്ടാകണമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നിർദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ ഗുണദോഷിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇടപെടുന്ന ദിനേനയൊന്നോണം ഇടപെടുന്ന നമ്മുടെ കുടുംബത്തിലും ജോലിസ്ഥലത്തും നമ്മളെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഇടപെടുന്നവരോടുമൊക്കെ എപ്രകാരമാണ് നമ്മുടെ മനോഭാവം ഉണ്ടാകുന്നത്, സംസാരം ഉണ്ടാകുന്നത്? ഇത് പ്രകാരം തന്നെയാണോ? ദീന് പഠിപ്പിക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരാളുടെ മുന്നിൽ അഥവാ ഒരു ഗുണമുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അർഹതയുള്ള ഏതെങ്കിലും നിലക്ക് സാഹചര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ നമ്മൾ വണക്കത്തോടുകൂടെ നിൽക്കുന്നു എന്നത് ഒരു നിലക്കും ഒരു മനുഷ്യന് കുറവുണ്ടാക്കുന്ന കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ തവാല അഹദുൻ, ഒരു മനുഷ്യനും തന്നെ എന്താക്കിയിട്ടില്ല, ഒരു ഭവ്യതയോടുകൂടെ നിന്നിട്ടില്ല, ലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. അഥവാ ദീന് പഠിപ്പിക്കുന്നതായ വിധത്തിൽ നമുക്ക് ചിലപ്പോൾ തോന്നും കുറച്ച് സ്ട്രോങ് ആയിട്ട് നിന്നാലാണ് എൻ്റെ പേഴ്സണാലിറ്റി ഇവിടെ നിൽക്കുക, എൻ്റെ ഭാര്യയുടെ മുന്നിൽ ഞാൻ കുറച്ച് കടുപ്പിച്ച് നിൽക്കണം, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ മുന്നിൽ ഞാൻ കുറച്ച് കടുപ്പിച്ച് നിൽക്കണം എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ നിങ്ങൾ ദീന് പഠിപ്പിക്കുന്ന മാർഗത്തിൽ ഒരു വിധേയത്വം, ഒരു ഇണക്കം, ഒരു തവാളു എന്ന പദത്തെ നമ്മൾ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ചിറകുകൾ വിരിച്ച് അവരുടെ മുന്നിൽ ശാന്തതയോടുകൂടെ നിൽക്കുക എന്നത് നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാക്കുകയില്ല. ഒരു മനുഷ്യനും തന്നെ അപ്രകാരം ദീന് കൽപ്പിച്ചതുപോലെ ഒരു തവാളുവിൻ്റെ സമീപനം എടുത്തിട്ടില്ല. ഇല്ലാ റഫഅഹുല്ലാ, അള്ളാഹു അവൻ്റെ ദറജയെ ഉയർത്തിയിട്ടല്ലാതെ. അപ്പം നമുക്ക് തോന്നുന്ന ചില മാനസികമായ ചില ഒരു ഒറ്റബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ ഞാൻ ഇങ്ങനെ നിന്നാലാണ് ഞാൻ ജയിക്കുക, ഇങ്ങനെ കാർക്കശ്യത്തോടു കൂടെ നിന്നാലാണ് ഇത് വിജയിക്കുക എന്നൊക്കെ തോന്നുന്നിടത്ത് യഥാർത്ഥത്തിൽ മറുഭാഗത്തെ നമ്മളൊന്ന് ശാന്തമായി ആലോചിച്ചാൽ, കുറച്ച് ഇറക്കം നമ്മൾ കാണിച്ചാൽ അവിടെ സംഭവിക്കുക അള്ളാഹു നമ്മുടെ ദറജയെ ഉയർത്തുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ നിലക്കൊക്കെയാണ് നമ്മുടെ ഇടപെടൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങളുടെ നിലവാരം അനുസരിച്ച് മാത്രമാണ് അവരോട് നമ്മൾ സംസാരിക്കേണ്ടത്, അല്ലെ? പണ്ഡിതനോട് സംസാരിക്കുന്ന രീതിയും ശൈലിയുമല്ല ഒരു പാമരനോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. ഒരു കച്ചവടക്കാരൻ നന്നായി നിലവാരമുള്ള ഭൗതികമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനോട് പെരുമാറുന്നത് പോലെയല്ല അത്ര തന്നെ സാമൂഹിക സാഹചര്യങ്ങളാൽ ഉയർന്നിട്ടില്ലാത്തൊരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കേണ്ടത്. ബുദ്ധിയും വിവേകവും ഉള്ളവരോട് പെരുമാറുന്നത് പോലെയല്ല
അത് എത്താത്തവരോട് നമ്മൾ പെരുമാറേണ്ടത്. എല്ലാം വ്യത്യസ്തമാണ്. ഒരേ കാര്യം തന്നെ അവതരിപ്പിക്കപ്പെടുമ്പോൾ അവരുടെ കൂടെ മനോഭാവത്തിലാണത് നടപ്പിലാക്കേണ്ടത് എന്നത് തത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ മനോഹരമായി അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാം, കാബ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചാപ്റ്ററുകൾ, അധ്യായങ്ങൾ കാബയുടെ നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ നിന്ന് കടന്നുപോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന രൂപത്തിലല്ല മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കാബ നിർമ്മിച്ചിട്ടുള്ളത്. രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കാബക്കുണ്ട്. അന്ന് ഇബ്രാഹിം നബി നിർമ്മിച്ചതിൽ നിന്ന് മാറ്റമുണ്ട്. അതെന്താ? ഒന്ന്, അതിൻ്റെ വലിപ്പം. ഇന്ന് ചതുരാകൃതിയിലാണ് നമ്മൾ ആ കാബ കാണുന്നത്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല കാബയുടെ നിർമ്മാണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചിരുന്നത്. ഹിജർ ഇസ്മായിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വൃത്താകൃതിയിൽ അല്ലെങ്കിൽ ഒരു കാബയും കടന്ന്, കാബയുടെ മതിലുകളും കടന്ന് ഒരു മാർക്ക് അവിടെ ഉണ്ട്. അത് കാബയുടെ ഉള്ളിൽപ്പെട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കുന്ന സമയത്ത് അതുകൂടെ ചേർത്തായിരുന്നു കാബ ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് ഒരു പ്രളയകാലത്ത് കാബ ഒന്നാകെ നശിപ്പിക്കപ്പെട്ടു. ഖുറൈശികൾ അതിനെ പുനർനിർമ്മാണം നിർവഹിക്കുന്ന സമയത്ത് അവർ തീരുമാനിച്ചു, ഒരു നിലക്കും തന്നെ അശുദ്ധമായ അല്ലെങ്കിൽ ത്വയ്യിബല്ലാത്തൊരു സമ്പത്തും കാബയുടെ പുനർനിർമ്മാണത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതോടെ പലിശയിലൂടെയോ ആളുകളെ പറ്റിച്ചോ യുദ്ധം ചെയ്തോ അങ്ങനെയൊക്കെ അന്യായമായി ഉണ്ടാക്കിയ ഒരു സമ്പത്തും കാബയുടെ മേൽ ഉണ്ടാകാൻ പാടില്ല എന്നവർ തീരുമാനിച്ചു. അങ്ങനെ ഖുറൈശികളാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ. അവരുടെ സമ്പത്തൊക്കെ കൂടെ സ്വരുക്കൂട്ടിയപ്പോൾ കാബയുടെ പൂർണ്ണാകൃതിയിൽ അതിനെ പുനർനിർമ്മിക്കാനുള്ള സമ്പത്ത് അവരുടെ കയ്യിലില്ല. അപ്പോൾ അവർ കൂടി തീരുമാനിച്ചു, കാബയുടെ അവരുടെ കയ്യിലുള്ള സമ്പത്തിനനുസരിച്ച് നിർമ്മിക്കുകയും ബാക്കി ഭാഗത്ത് അടയാളപ്പെടുത്തി വെക്കുകയും ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചു. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാബ നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ അതിൻ്റെ വാതിൽ പ്രതലത്തിൽ നിന്ന് തന്നെ കാബക്കകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന കോലത്തായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം, ഒരു കോണി വെച്ചാണ് കാബയുടെ വാതിൽക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. അങ്ങനെ ആയിരുന്നില്ല ഇബ്രാഹിം നബി ഉണ്ടാക്കിയത്. ഈ രണ്ട് മാറ്റങ്ങളെ കുറിച്ച് പിന്നീട് മക്കം ഫത്ഹിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നടത്തുന്ന ഒരു സംസാരമുണ്ട് മഹദി ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട്. യാ ആയിഷ ലൗലാ ഖൗമുകി ഹദീസുൻ അഹ്ദുഹും ബികുഫ്രിൻ. ശിർക്കിൽ നിന്ന് വളരെ പെട്ടെന്ന് അവർ ഇസ്ലാം സ്വീകരിച്ചു വന്ന ഒരു മനോഭാവത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലാതിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. അങ്ങനെ എല്ലായിരുന്നുവെങ്കിൽ ലനഖൽതുൽ കഅബ, ഇപ്പോൾ കഅബ നിൽക്കുന്ന ഭാഗത്ത് ഞങ്ങൾ പൊളിച്ചു കളയുകയും ഫജഅൽതു ലഹാ ബാബൈൻ, എന്നിട്ട് രണ്ട് വാതിലുകൾ ഉണ്ടാക്കുകയും ബാബുൻ യദ്ഖുലുൻ നാസ് വബാബുൻ യഖ്റുജൂനഹു, രണ്ട് വാതിലുകൾ ഞാൻ ഉണ്ടാക്കും, എന്നിട്ട് ഒരു വാതിലൂടെ ജനങ്ങൾ കയറും, മറ്റേ വാതിലൂടെ ജനങ്ങൾ ഇറങ്ങുന്ന രൂപത്തിൽ ഇബ്രാഹിം നബി ഉണ്ടാക്കിയ ആകൃതിയിലേക്ക് ഞാൻ കഅബയെ പുനർനിർമ്മാണം നിർവഹിക്കുമായിരുന്നു. എപ്രകാരമായിരുന്നുവെങ്കിൽ നിന്റെ ജനത കുറച്ചുകൂടെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവരായിരുന്നെങ്കിൽ, അഥവാ ഇസ്ലാമിലേക്ക് മക്കം ഫത്വോട് കൂടെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അവരുടെ ഒന്നും മനോഭാവം അല്ലെങ്കിൽ വിശ്വാസം ഉറച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പൊ കാബ പൊളിച്ചാൽ അവർ വേറൊരർത്ഥത്തിലായിരിക്കും അതിനെ സ്വീകരിക്കുക. അത് തടയാൻ വേണ്ടി അർഹതപ്പെട്ട പ്രവാചകൻ ആഗ്രഹിക്കുന്ന ന്യായമായ കാര്യത്തെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാറ്റിവെച്ചു. അപ്പം ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കിയാണ് അവരോട് പെരുമാറേണ്ടത്. എല്ലാവരോടും നമ്മൾ സാധാരണ പറയാറുണ്ട്, എല്ലാ കൗങ്ങിലേക്കും കയറാൻ ഒരേ തളപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നതുപോലെ ജനങ്ങൾ വ്യത്യസ്തരായ സ്വഭാവക്കാരാണ്. അവരുടെ പ്രകൃതം വ്യത്യാസമാണ്, അവരുടെ സ്വഭാവം വ്യത്യാസമാണ്, അവരുടെ വൈജ്ഞാനിക നിലവാരം വ്യത്യാസമാണ്. അത് മനസ്സിലാക്കിയാണ് നമ്മൾ ഇടപെടേണ്ടത് എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ച ഇമാം ബുഖാരി റഹിമഹുല്ല അതിന് കൊടുത്ത തലക്കെട്ട് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ബാബു മൻ തറക ബഅദൽ ഇഖ്തിയാർ മഖാഫത അൻ യക്സുറ ഫഹ്മുൻ നാസ്. ജനങ്ങളിലെ ചില ആളുകൾക്ക് ചിലത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. ഏത് ദീനിൻ്റെ കാര്യങ്ങൾ പോലും മാറ്റിവെക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ പിന്നെ സ്വാഭാവികമായും ദുന്യവിയായ കാര്യങ്ങൾക്ക് അതിൽ എത്രമാത്രം ശ്രദ്ധയും പ്രാധാന്യവും ഉണ്ടാകണം എന്നതിനെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കേണ്ടതില്ലാത്ത വിധം വിശ്വാസികൾ നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം മനുഷ്യർ, ഇടപെടുന്ന ആളുകൾ, അവരുടെ മനോഭാവം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമായിരിക്കണം ഇടപെടേണ്ടത്. അതിലേറ്റവും പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒന്നാണ് മനുഷ്യരോടുള്ള അവസരോചിതമായ പെരുമാറ്റത്തിൻ്റെ വിഷയത്തിൽ അവരുടെ സാഹചര്യം മനസ്സിലാക്കി പെരുമാറണമെന്ന് പഠിപ്പിച്ചപ്പോൾ രോഗികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മരണവീടുമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടലിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കൽ ഉമ്മുൽ ആല പറഞ്ഞിട്ടുണ്ട്. ഹദീസ് നമുക്ക് കാണാം. പ്രവാചകൻ ഒരിക്കൽ ഞാൻ രോഗിയായിരിക്കും എന്നെ കാണാൻ വന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അബ്ശിരി യാ ഉമ്മുൽ ആല, രോഗിയായി കിടക്കുമ്പോൾ പറയാണ്, സന്തോഷിച്ചോളൂ. ഫഇന്ന മറദൽ മുസ്ലിം യുദ്ഹിബുല്ലാഹു ബിഹി ഖതായാഹു. ഒരു മുസ്ലിമിന് എന്തെങ്കിലുമൊക്കെ രോഗം ഉണ്ടായാൽ അതുകൊണ്ട് അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അതുകൊണ്ട് ഈ രോഗാവസ്ഥയിൽ ഒട്ടും സങ്കടപ്പെടേണ്ട. ഈ സമയം എത്രമാത്രം സമയം അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയമായി രോഗാവസ്ഥയിൽ കഴിയുന്നുണ്ടോ അത്രയും സമയം നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. കമാ തുദ്ഹിബു അന്നാറു ഖബ്സ ദഹബി വൽ ഫില്ല. ഈ സ്വർണവും വെള്ളിയും ഒക്കെ അത് ശുദ്ധീകരിക്കാൻ വേണ്ടി തീ ഉപയോഗിച്ച് അതിൽ നിന്നുള്ള കേടുപാടുകളെ ശുദ്ധമാക്കിയെടുത്തൊരു കൊല്ലൻ അതിനെ ശുദ്ധിയാക്കി എടുക്കുന്നത് പോലെ രോഗങ്ങളൊരു മുസ്ലിമിനെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് ശുദ്ധമാക്കിയെടുക്കും.
അതുകൊണ്ട് ഒരിക്കലും ഒരു ബേജാറുണ്ടാകേണ്ടതില്ല. ഒരു രോഗിയോട് അടുത്ത് പോയി സംസാരിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് എന്താണ്? അവരെ സാന്ത്വനിപ്പിക്കുന്ന, അവരുടെ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള സംസാരം മാത്രമായിരിക്കണം. അവർക്ക് അവരുടെ മതപരമായ അതുപോലെ തന്നെ ഭൗതികപരമായ ബാധ്യതകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും എന്നിട്ട് ഏത് സാഹചര്യം വന്നാലും അതിനെ നേരിടാൻ പറ്റുന്ന ഒരു കരുത്ത് അവർക്ക് കൊടുക്കുന്നത് പോലെ മാത്രമായിരിക്കണം. അല്ലാതെ ഒരിക്കലും ഒരു രോഗിയുടെ അരികിൽ ചെന്ന് അവരുടെ രോഗത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മരണ വീട്ടിൽ ചെന്നാൽ ഭൗതികതയിൽ അഭിരമിക്കാൻ പാടില്ല. അവിടെ സംസാരങ്ങളുടെ വിഷയത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹറൽതുമുൽ മരീദ്, നിങ്ങൾ രോഗിയെ സന്ദർശിച്ചാൽ, അല്ലെങ്കിൽ അവിൽ മയ്യിത്ത, മരണ വീട്ടിൽ ഒരു മയ്യിത്തിനെ സന്ദർശിക്കുന്ന അവസ്ഥയുണ്ടായാൽ, ഫഖൂലു ഖൈറൻ, നിങ്ങൾ വെറും വർത്തമാനങ്ങൾ പറയുന്നത് ഒഴിവാക്കി നിങ്ങൾ നല്ലത് മാത്രം സംസാരിക്കുക, ഗുണപരമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുക. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, രോഗിയെ സന്ദർശിക്കാൻ ചെന്ന് അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന, ചിലപ്പോൾ അവർ കേൾക്കാതിരിക്കാം, രോഗി കേൾക്കുന്നില്ല എന്ന മനോഭാവത്തിലും നമുക്ക് അതിൽ കടന്ന് സംസാരിച്ചുകൂടാ. എന്താ കാര്യം? മലക്കുകൾ നമ്മൾ പറയുന്ന സംസാരങ്ങൾക്ക് ആമീൻ പറയുന്നുണ്ട്. മനുഷ്യർ വ്യത്യസ്ത രൂപത്തിലുള്ളവരാണ്. അവരുടെ പ്രശ്നങ്ങളെ, അവരുടെ കേടുകളെ എടുത്തു പറയേണ്ട സന്ദർഭമല്ല അവരുടെ രോഗസമയവും അവരുടെ മരണസമയവും. എന്താ ഉള്ളതൊക്കെ തന്നെയല്ലേ, എന്താ പറഞ്ഞാൽ എന്ന മനോഭാവം അരുതിയെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കല്യാണ വീട്ടിൽ പെരുമാറുന്നത് പോലെയല്ല ഒരു മരണ വീട്ടിൽ പെരുമാറേണ്ടത്. സന്തോഷത്തിന്റെ വേളയിൽ ഉണ്ടാകുന്ന, ആഘോഷത്തിന്റെ വേളയിലെ നമ്മുടെ സമീപനങ്ങളും പെരുമാറ്റവുമല്ല ഒരു സങ്കടത്തിന്റെയും വിഷമത്തിന്റെയും വേളയിൽ ഉണ്ടാകേണ്ടത് എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഏത് വിഷയത്തിലും ഇടപെടുമ്പോൾ ആലോചിക്കേണ്ട ഏറ്റവും ഗുണപരമായ കാര്യം ഞാൻ പറയേണ്ടതാണോ ഞാൻ ഇടപെടേണ്ടതാണോ എന്നതായിരിക്കണം. ഇമാം നബവി റഹിമഹുല്ല 40 ഹദീസുകളെ ക്രോഡീകരിച്ചല്ലോ. ഒരു വിശ്വാസി അവൻ്റെ ഈ അഖീദ വിശ്വാസവും അവൻ്റെ ആചാരവും എല്ലാത്തിൻ്റെ വിഷയത്തിലും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 40 ഹദീസുകളെ ക്രോഡീകരിച്ചപ്പോൾ അതിൽ സുപ്രധാനമായി കൊണ്ടുവന്ന ഒരു ഹദീസാണ് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു വിശ്വാസി അവൻ്റെ ദീനിൽ, അവൻ്റെ മുസ്ലിം എന്ന നിലക്ക് അവൻ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ്? അവനെ ബാധിക്കാത്ത വിഷയങ്ങളിൽ അവൻ മാറി നിൽക്കാനാണ്. അവനെ ബാധിക്കുന്നില്ലെങ്കിൽ പിന്നെ അതിൽ അഭിപ്രായങ്ങൾ പറയാതിരിക്കുക, അതിൽ ഇടങ്കോലിടാതിരിക്കുക, മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ അതിര് കടന്ന അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇടപെട്ട് അതിനെ ഏത് നിലക്കും അതിനെ വഴിതിരിച്ചു വിടാതിരിക്കുക. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഞാൻ ഇടപെടുന്നതിൽ എനിക്കോ അല്ലെങ്കിൽ അവർക്കോ ദുനിയാവിലോ ആഖിറത്തിലോ എന്തെങ്കിലും നന്മയുണ്ടോ എന്ന് ചിന്തിച്ച് മാത്രം ഇടപെടുക. അല്ലെങ്കിലോ നമ്മളെ ബാധിക്കാത്ത അത്തരം വിഷയങ്ങളാണെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മൾ സംസാരിക്കേണ്ടതില്ല. ആ ഒരു ജാഗ്രത അല്ലെ, നമ്മളെ ഇടപെട്ടാൽ, നമ്മളെ സംസാരിച്ചാൽ, നമ്മളാ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഗുണം ഉണ്ടാകണം, എവിടെ ദുനിയാവിലോ പരലോകത്തോ നമുക്ക് ഗുണം ഉണ്ടാക്കണം. അത് ആ അർത്ഥത്തിലുള്ളതായിരിക്കും, ഒരു തിന്മയെക്കുറിച്ച് സൂചിപ്പിക്കാനാണ്. ശരി, അത് അവർ സ്വീകരിച്ചിട്ടില്ലെങ്കിലും ആ സാഹചര്യം അതിനനുസരിച്ചാണെങ്കിൽ ഞാനത് സൂചിപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് കൂലിട്ടും, എൻ്റെ പരലോകത്തിന് അത് അനുഗുണമായതാണ്, അല്ലെങ്കിൽ എൻ്റെ ഭൗതികമായ എന്തെങ്കിലുമൊക്കെ കാര്യം ഹൈറായി വരുന്നതാണ്. ഇതും അല്ലെങ്കിൽ ഇടപെടുന്ന ആളുടെ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് ഗുണമുണ്ടാക്കുന്ന കാര്യമായിരിക്കണം, ഒന്നുകിൽ ദുനിയാവിൽ അല്ലെങ്കിൽ പരലോകത്ത്. ഇതൊന്നുമല്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ടതില്ല. അതാണ് മുസ്ലിം ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം. അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് തൊട്ട് അവൻ വിട്ടു നിൽക്കുക എന്നതാണ് ഒരു വിശ്വാസി അവൻ ദീനിൽ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കേണ്ടായി. അപ്പോൾ ഈ രൂപത്തിൽ സാമൂഹ്യമായ പെരുമാറ്റങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ ഗുണം, ഈ ലോകത്തെ നമ്മുടെ ജീവിതം ആരോഗ്യപരമായിരിക്കും. സാമൂഹ്യമായ ഒരാരോഗ്യം പരസ്പരം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. അതിനേക്കാൾ അപ്പുറത്ത് ഇത് ദീന് പഠിപ്പിക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നതുകൊണ്ട് തന്നെ പരലോകത്ത് നമുക്ക് കൂലി കിട്ടാൻ പാകത്തിൽ അത് നമുക്ക് ഗുണമായി വരികയും ചെയ്യും. ആ അർത്ഥത്തിൽ നമ്മുടെ പെരുമാറ്റങ്ങളെ ക്രമീകരിക്കാൻ എഡിറ്റിങ്ങൾ വരുത്തി ഏറ്റവും ശുദ്ധമായ രൂപത്തിലേക്ക് അതിനെ ക്രമീകരിച്ച് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ യാ അയ്യുഹന്നാസ് ഊസികും വഇയ്യായ സനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, നമ്മളെ പെരുമാറ്റം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കും എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം അതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എന്നതാണ് സൂചിപ്പിച്ചത്. ആ നിലക്ക് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹചരരെ ഓർമ്മിപ്പിക്കുമായിരുന്ന ഒരു തത്വം കൂടെയാണ് യസ്സിറു വലാ തുഅസ്സിറു ബഷിറു വലാ തുനഫിറു. നിങ്ങൾ ആളുകൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കണം. യസ്സിറു, നിങ്ങൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾക്ക് നിങ്ങൾ എളുപ്പമുണ്ടാക്കി കൊടുക്കണം. വലാ തുഅസ്സിറു,
നിങ്ങൾ ബുദ്ധിമുട്ടിലേക്ക് ആക്കരുത്, കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, പ്രയാസത്തിലേക്ക് തള്ളിവിടാൻ പാടില്ല. അതുപോലെ തന്നെ വബശ്ശിറു, നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക. വല തുനഫിറു, നിങ്ങൾ ഏകപക്ഷീയമായി ആളുകൾ പേടിപ്പിക്കുന്ന കാര്യം മാത്രം പറയാൻ പാടില്ല. വലിയ തത്വത്തെ, വലിയ വിജയ മന്ത്രത്തെ സൂചിപ്പിക്കുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് വാക്കുകൾ വളരെ കുറവായിരിക്കും, പക്ഷെ അതിൻ്റെ ഫായിദകൾ, അതിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ, അതിൽ നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ ഒരുപാടായിരിക്കുന്ന പ്രവാചകന്റെ ഹദീസുകളുടെ പ്രത്യേകതയാണ്. അതിൽ എണ്ണപ്പെടുന്ന ഒരു ഹദീസാണിത്. യസ്സിറു, നിങ്ങൾ ആളുകൾക്ക് എളുപ്പം ഉണ്ടാക്കി കൊടുക്കുക. ഏത് വിഷയത്തിൽ? എല്ലാ വിഷയത്തിലും. നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നിങ്ങൾ എളുപ്പമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അത് നടന്നു കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരാൾക്കൊരു കാര്യം എളുപ്പമാക്കി കൊടുത്താൽ അള്ളാഹു നിങ്ങളുടെയും കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പമാക്കി തരും. അതിനുള്ള ഒരു പ്രയാസവും നമ്മൾ കരുതരുത് എന്നർത്ഥം. ഇപ്പം ദീനിൻ്റെ വിഷയത്തിൽ നോക്കൂ, ഇസ്ലാം എത്രമാത്രം എളുപ്പത്തിലാണ് അതിൻ്റെ ഇബാദത്തുകളെ ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു വിശ്വാസി നിസ്കരിക്കണം, അവന് നിസ്കാരിക്കാൻ അവന് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും മേഖലകൾ വന്നാൽ അവിടെയൊക്കെ ഓപ്ഷൻസിനെ വെച്ചു കൊടുത്തു. യാത്രയിലാണോ, ചുരുക്കിയും അതുപോലെ തന്നെ ഒന്നിപ്പിച്ചും നിങ്ങൾക്ക് നിസ്കരിക്കാം. നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ലേ, നിങ്ങൾ ആലോചിച്ചൊക്കെ, വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടുന്നത് വരെ കാത്തു നിന്ന് വെള്ളം കിട്ടി അത് വെള്ളം കൊണ്ട് വുളൂ ചെയ്ത് എല്ലാ നിസ്കാരം കൊണ്ട് നിസ്കരിക്കണമെന്നായിരുന്നു നമ്മൾ കൽപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ അതെത്ര പ്രയാസമായിരുന്നു. വേണ്ട, വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവുണ്ടോ, തയമ്മം ചെയ്താൽ മതി, എന്നിട്ട് നിങ്ങളുടെ നിസ്കാരം നിർവഹിച്ചോളൂ എന്ന് പഠിപ്പിച്ചു. നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ലേ, ഇരുന്നോളൂ എന്ന് പഠിപ്പിച്ചു. അങ്ങനെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഏതെങ്കിലും നിലക്കൊക്കെ ഒരു വ്യക്തിക്ക് അവൻ്റെ തോക്കത്ത് കൊണ്ട് കഴിയാത്ത വിഷയം വന്നാൽ അവിടെയൊക്കെ ഓപ്ഷൻസിനെ വെച്ച് കൊടുത്തു, എളുപ്പമാക്കി കൊടുത്തു. ദീൻ എളുപ്പമാണ്. ദീന് അങ്ങനെ ഇബാദത്തുകളെ എല്ലാം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എളുപ്പമാക്കിയാണ് അള്ളാഹു സംവിധാനിച്ചത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ക്രയവിക്രയങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. നമ്മൾ ആളുകൾക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പാടില്ല. അതിൽ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരുമോ, അല്ലെങ്കിൽ നമ്മൾ ക്രമീകരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്, ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബശ്ശിറു, നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക. വലാ തുനഫിറു, നിങ്ങൾ ഏകപക്ഷീയമായി ഒരു ഭയം ഉണ്ടാക്കാൻ പാടില്ല. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിങ്ങൾ അള്ളാഹുവിൻ്റെ കോപത്തെക്കുറിച്ചും അവൻ്റെ ശിക്ഷയെക്കുറിച്ചും മാത്രം പറഞ്ഞ് ആളുകളിൽ ഭയം മാത്രം ഇടാൻ പാടില്ല. അതോടൊപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച്, അവൻ്റെ അടിമകളോടുള്ള സ്നേഹത്തെക്കുറിച്ച്, അവനെല്ലാം പുറത്തു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നതിനെക്കുറിച്ച്, അവൻ്റെ അടിമകളെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളൊരു ചാണ് വെച്ചാൽ ഒരു മുഴം ഇങ്ങോട്ടെടുക്കുന്ന സ്രഷ്ടാവിനെ കുറിച്ച് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ബശ്ശിറു, നിങ്ങൾ സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുക. നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് മാത്രം പറഞ്ഞൊരു സമൂഹത്തെ ഭയത്തിൽ മാത്രം നിർത്താൻ പാടില്ല. അതോടൊപ്പം അതുണ്ട്, ഖുർആൻ പറഞ്ഞ എല്ലാ ശിക്ഷയുടെ വിഷയത്തിലും അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ കാഠിന്യമൊക്കെ പറയണം. അത് പറയുമ്പോൾ തന്നെ വിശ്വാസികൾക്ക് വളരെയേറെ സാന്ത്വനപ്പെടുത്തുന്ന സംസാരങ്ങൾ ഒട്ടേറെ സൃഷ്ടാവ് അവൻ്റെ ഭാഷയിൽ അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, വിശേഷണത്തെക്കുറിച്ച് അവൻ്റെ കലാമിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ആളുകൾക്ക് സന്തോഷവാർത്ത കൂടെ അറിയിച്ചു കൊടുക്കണം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാറ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ പ്രവാചകനിലൂടെ പൂർത്തിയാക്കി അവൻ്റെ ശരീഅത്തിൽ അവൻ നടപ്പിലാക്കിയിട്ടുള്ള അവൻ്റെ സുന്നത്താണ്. വിശ്വാസികൾ നിൽക്കുന്ന നമ്മുടെ ക്രയവിക്രയങ്ങളിലേക്ക് ഈ കാര്യങ്ങളെ സൂക്ഷ്മമായി പ്രായോഗികവൽക്കരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം സാന്ദർഭികമായി മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ വരുന്ന വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യേണ്ട, ഹജ്ജിന് ഗവൺമെൻറ് വഴി പോകുന്ന ഹജ്ജിന് ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കൊടുക്കേണ്ട തീയതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഈ മാസം 20-ാം തീയതിയാണ് അതിൻ്റെ അവസാനത്തെ തീയതിയായി നിശ്ചയിക്കപ്പെട്ടുള്ളത്. അതുകൊണ്ട് മുമ്പത്തെ ഒരു ഖുത്ബയിൽ നമ്മൾ ഈ മെമ്പറിൽ നിന്ന് സൂചിപ്പിച്ചിരുന്നു, ഹജ്ജ് ആർക്കാണ് നിർബന്ധമാകുന്നത് എന്ന് ചോദിച്ചാൽ മക്കളെ വിവാഹമൊക്കെ കഴിഞ്ഞു, പെൺകുട്ടികളൊക്കെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട്, ഇനി അങ്ങനത്തെ കെട്ടുപാടുകളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ചെയ്യേണ്ടതല്ല ഹജ്ജ്. മറിച്ച് ഇപ്പം നമുക്ക് യാത്ര ചെയ്യാൻ ആരോഗ്യമുണ്ട്, കയ്യിൽ അതിനുള്ള സമ്പത്തും ഇപ്പോഴും ഉണ്ട് എങ്കിൽ നമുക്കൊക്കെ ഹജ്ജ് നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബാക്കി ഇനി വരാൻ പോകുന്നതുണ്ട്, 4 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു കൂട്ടി വെക്കുന്നത്, അത് സംഭവിക്കുന്ന ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അള്ളാഹു ഹജ്ജിന് വേണ്ടി നിർബന്ധമാക്കാൻ വേണ്ടി വെച്ച ഷർത്തുകളുണ്ട്. അതെന്താ? നമ്മുടെ യാത്ര സുഗമമായി നടപ്പിലാക്കണം, അതുപോലെ തന്നെ പോകാനുള്ള ആരോഗ്യം നമ്മുടെ കയ്യിൽ ഉണ്ടാകണം, പോകാൻ വേണ്ട സമ്പത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോഴുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാണ്. അതുകൊണ്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തണവർ ഒരു തരത്തിലുള്ള മടിയും അലസതയും ഈ വിഷയത്തിൽ ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും എളുപ്പമായി കാര്യങ്ങളെ ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്ന റഹ്മാനെ. അള്ളാഹുവേ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങൾ, അവർക്കൊക്കെ
നീ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഈമാനോടെ സ്വബറോടെ പരീക്ഷണങ്ങളെ നേരിടാൻ അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹു, ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സമുദായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണം റഹ്മാനെ. ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ അഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا ولوالدينا من النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين. آمين آمين برحمتك يا أرحم الراحمين.